എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന, അതായത് 2023 ഡിസംബർ 23 നടന്ന ഫയർമാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് നാനാ സാഹിബ് കാൺപൂർ, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, കൻവർ സിംഗ് ആര, ബീഗം ഹസ്രത് മഹൽ, ലക്നൗ. ക്വസ്റ്റ്യൻ നമ്പർ 2. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. ഏതൊക്കെയാണ്? ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ഏത് ആയിരുന്നു? ഇത് തെറ്റായ പ്രസ്താവനയാണ്. അതേപോലെ തന്നെ ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു. ഇതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? അത് 1917 ചമ്പാരൻ ആണ്. അതേപോലെ ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ഈ 2 പ്രസ്താവനകളും തെറ്റാണ്. ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 4ാമത്തെ പ്രസ്താവന എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 3ഉമാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബേപ്പൂർ തിരൂർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബേപ്പൂർ തിരൂർ. ക്വസ്റ്റ്യൻ നമ്പർ 4. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ടി പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏതു രാജ്യക്കാരനാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. പോർച്ചുഗീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. പോർച്ചുഗീസ്. ക്വസ്റ്റ്യൻ നമ്പർ 7. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2 പ്രസ്താവനകൾ ശരിയാണ്. 1, 2 പ്രസ്താവനകൾ എന്തൊക്കെയാണ്? ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 8. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3, 4. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3, 4. അതായത് സൗരോർജം, ജൈവതാപോർജം. സൗരോർജം, ജൈവതാപോർജം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 9. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. NW3. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. NW3. ക്വസ്റ്റ്യൻ നമ്പർ 10. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 11. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോടുകൂടിയ കൊടുങ്കാറ്റാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. നോർവെസ്റ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. നോർവെസ്റ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കൊൽക്കത്ത. ക്വസ്റ്റ്യൻ നമ്പർ 13. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ബജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. ബജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പണം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിറൈവ്ഡ് ഡിമാൻഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിറൈവ്ഡ് ഡിമാൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 17. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബാങ്ക് നിരക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബാങ്ക് നിരക്ക്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വീട്ടമ്മമാരുടെ സേവനം. ക്വസ്റ്റ്യൻ നമ്പർ 19. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, only 1 and 2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, only 1 and 2. ശരിയായിട്ടുള്ള പ്രസ്താവന നമുക്ക് നോക്കാം. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? 74ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 20. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദ എബോവ്. നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കൂടി നോക്കാം. ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, only 2 and 3. only 2 and 3. അതായത് ജനസംഖ്യാനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 22. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, only 1 and 2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, only 1 and 3. ക്വസ്റ്റ്യൻ നമ്പർ 23. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമ്മൾക്കിനി പ്രസ്താവനകൾ കൂടി നോക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല. ക്വസ്റ്റ്യൻ നമ്പർ 25. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമുക്കിനി ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കൂടി നോക്കാം. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തെ പ്രസ്താവന ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 26. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, only 2 and 3. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. പ്രധാനമായും 5 റിട്ടാണുള്ളത്. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 27. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, only 1 and 2. നമുക്ക് കറക്റ്റ് പ്രസ്താവനകൾ കൂടി നോക്കാം. സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കും. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, only 1 and 3.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. only 1 and 3. അതായത് 42ാം ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 44ാം ഭേദഗതി എന്താണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ഭേദഗതിയാണ്. അതായത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 29. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. only 2 and 3. അത് ഏതൊക്കെയാണ്? ആന്റണി രാജുവാണ് ഗതാഗത വകുപ്പ് മന്ത്രി. AK ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. വി ശിവൻകുട്ടി വിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 30. കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. all of the above. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് പ്രസ്താവനകൾ കൂടി നോക്കാം. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത്. സ്പീക്കർ AN ഷംസീറിന്റെ തിരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ്. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. all of the above. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമ്മൾക്ക് പ്രസ്താവനകൾ കൂടി നോക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത് ധർമ്മടം മണ്ഡലത്തെയാണ്. കോവളം മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് M വിൻസെന്റിനെയാണ്. 3 പ്രസ്താവനകൾ ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുകളിലത്തെ 2 അറകളിൽ ഒന്ന് ഇടത് ഏട്രിയം മറ്റേത് വലത് ഏട്രിയം എന്നും താഴത്തെ 2 അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെൻട്രിക്കിൾ എന്നും പറയുന്നു. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 33. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2021 ലോക പക്ഷാഘാത ദിന സന്ദേശം. ക്വസ്റ്റ്യൻ നമ്പർ 34. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വൈറസ് രോഗം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജലദോഷം. ക്വസ്റ്റ്യൻ നമ്പർ 35. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ചൂടും സ്പർശവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 36. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജീവകം B1. ക്വസ്റ്റ്യൻ നമ്പർ 37. എന്താണ് യൂട്രോഫിക്കേഷൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 38. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതകർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 39. ഗുരുത്വ ത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 4. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ഗുരുത്വ ത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഗുരുത്വ ത്വരണം ആഴം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 40. പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 4ാമത്തെ പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 41. 2022 ഊർജ്ജതന്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയത് ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിനായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വാണ്ടം മെക്കാനിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫോസ്ഫറസ്.
ക്വസ്റ്റ്യൻ നമ്പർ 43. ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് BF3. ക്വസ്റ്റ്യൻ നമ്പർ 44. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എഥനോൾ. ക്വസ്റ്റ്യൻ നമ്പർ 45. ആധുനിക സിദ്ധാന്തമനുസരിച്ച് ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓർബിറ്റൽ. ക്വസ്റ്റ്യൻ നമ്പർ 46. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3, 4. അതായത് ജി ശങ്കരക്കുറുപ്പ്, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇവർക്ക് 3 പേർക്കും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 47. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നിർനാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്കു നീ എന്നിപ്രകാരം ദാഹജലം ചോദിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആനന്ദൻ മാതങ്കിയോട്. ക്വസ്റ്റ്യൻ നമ്പർ 48. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്രാവിഷ്കാരവുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2, 3. ഇവ ശരിയാണ്. അതായത് പള്ളിവാളും കാൽച്ചിലമ്പും, നിർമാല്യം. രണ്ടാമത്തേത് ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും, വിധേയൻ. മൂന്നാമത്തേത് നീല വെളിച്ചം, ഭാർഗവി നിലയം. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് M. മുകുന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 50. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അതായത് സർവ്വവിജ്ഞാനകോശൻ ഡയറക്ടർ, 3 ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇനി മാത്സ് ആണ്, ഞാൻ ആൻസർ മാത്രം പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 51. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 52. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 55. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 56. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 57. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 58. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 59. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 60. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 61. Where did you go yesterday? The policeman told the boy. Choose the correct sentence in reported speech. The correct answer option C ആണ്. Question number 62. The athlete dashed on the ground and cried up for help. Correct answer option A ആണ് lay. Question number 63. Find the wrongly spelled word. Correct answer option D ആണ്. Question number 64. The idiom on the throat means. Correct answer option B ആണ് consecutively. Correct answer option B ആണ് consecutively. Question number 65. The word captophobia means. Captophobia means. Correct answer option A ആണ് the fear of mirrors. Question number 66. Balu's written the book. Question tag ആണ്. Correct answer option B ആണ് hasn't he. Question number 67. The meaning of the phrase carte blanche. The correct answer option D ആണ് the complete freedom to the act as one thinks best. Question number 68. The antonym of the word redundant is. The correct answer option C ആണ് necessary. Question number 69. Choose the correct sentence. Correct answer option A ആണ് I had left home before he came. Question number 70. The officer went dash the report many times and approved it. Correct answer option B ആണ് over. Question number 71. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വാദിഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 72. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുത്തെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 73. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വലിയ ഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 74. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജനകൻ. ക്വസ്റ്റ്യൻ നമ്പർ 75. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വിസ്മരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 76. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വെൺ പ്ലസ് ചാമരം. ക്വസ്റ്റ്യൻ നമ്പർ 77. വിദ്വാൻ എന്ന പദത്തിന്റെ ശ്രീലങ്ക രൂപമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിദുഷി. ക്വസ്റ്റ്യൻ നമ്പർ 78. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഭാഗവതർ. ക്വസ്റ്റ്യൻ നമ്പർ 79. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നിത്യാഭ്യാസി ആനയെ എടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 80. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ഷുഭിതൻ. ക്വസ്റ്റ്യൻ നമ്പർ 81. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉത്പാദനത്തിന് ഉദാഹരണമാകാവുന്ന വസ്തു ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രണ്ടു മാത്രം, അതായത് കർപ്പൂരം. ക്വസ്റ്റ്യൻ നമ്പർ 82. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2%. ക്വസ്റ്റ്യൻ നമ്പർ 83. LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഈഥൈൽ മെർക്യാപ്റ്റൻ. ക്വസ്റ്റ്യൻ നമ്പർ 84. ബ്ലീവ് എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 85. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാസ്കലിന്റെ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 86. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷനു വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ട്രംപ് കാർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 87. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 540 kcal/kg. ക്വസ്റ്റ്യൻ നമ്പർ 88. ഡിസ്ചാർജ് ഹോൺ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്വിഷന്റെ ഭാഗമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, രണ്ടു മാത്രം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 89. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 38°C. ക്വസ്റ്റ്യൻ നമ്പർ 90. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ കെ. ക്വസ്റ്റ്യൻ നമ്പർ 91. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 92. താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അഡ്രിനാലിൻ. ക്വസ്റ്റ്യൻ നമ്പർ 93. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നതിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹീമോഗ്ലോബിൻ. ക്വസ്റ്റ്യൻ നമ്പർ 94. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 95. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാർബൺ മോണോക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 96. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 മാത്രം, അതായത് പൊള്ളലേറ്റ ഭാഗം ലഭ്യമായി തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 97. താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷകൻ
ചെയ്യരുതാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 4 മാത്രം. അതായത് അറിയാവുന്ന ചികിത്സ നൽകണം. ചെയ്യരുതാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 98. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ചു പുറത്തു വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിഷമഭംഗം. ക്വസ്റ്റ്യൻ നമ്പർ 99. IT നിയമത്തിലെ ഏതു വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 100. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വകുപ്പ് 66D. താങ്ക് യു.